ചേർപ്പുങ്കൽ പഴയ പാലവും ചകണിപ്പാലവും ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. അപകടാവസ്ഥ പരിഹരിച്ച ചകണിപ്പാലത്തിലൂടെ വൺവേ പുനഃസ്ഥാപിക്കുകയും പഴയ പാലത്തിലൂടെയുള്ള നടപ്പാത തുറന്നു കൊടുക്കുകയുമാണ് ചെയ്തത്. രാവിലെ 10-ന് PWD ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മോൻസി ജോസഫ് MLA-യും മാണി സി കാപ്പൻ MLA-യും ചേർന്നാണ് റോഡുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്. ചകണിപ്പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ ഏറ്റുമാനൂർ റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ കഴിയും. ചേർപ്പുങ്കൽ പള്ളി ഭാഗത്തേക്ക് കാൽനടയായി പോകുന്നവർക്ക് പഴയ പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തി നവീകരിച്ചത് ഉപകാരപ്രദമാവുകയാണ്. PWD മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതെന്ന് മോൻസി ജോസഫ് MLA പറഞ്ഞു. കടുത്തുരുത്തി പാലാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചേർപ്പുങ്കൽ ചകണിപ്പാലം പ്രളയകാലത്ത് അപകടാവസ്ഥയിലാവുകയും അടിത്തട്ടിളകി ഇവിടെ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് ഗതാഗതം നിരോധിച്ചുകൊണ്ട് ആദ്യം നമ്മൾ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചു. അതിനുശേഷം പരിശോധനകൾ നടത്തി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുകയും ജനങ്ങളുടെ വ്യാപാരികളുടെയും നാട്ടിലെ ജനപ്രതിനിധികളുടെയും ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ചെറിയ വണ്ടികൾ കടത്തിവിടുകയും ചെയ്തിരുന്നു. ഹെവി വെഹിക്കിൾസ് എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി MLA-മാർ എന്ന നിലയിൽ പാലാ മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട മാണി സി കാപ്പൻ MLA-യും കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും ബഹുമാന്യനായ PWD മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിൽ കാണുകയും നിയമസഭ നടക്കുന്ന സമയത്ത് ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും വേഗം സമർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഒരു വിഭാഗം ആളുകൾ പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യം ഉന്നയിച്ചു. PWD പരിശോധിച്ചപ്പോൾ ഇത് പൊളിച്ചു പണിയേണ്ട കാര്യമില്ല, ഇത് ബലപ്പെടുത്തിയാൽ മതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള എസ്റ്റിമേറ്റാണ് ഞങ്ങൾ MLA-മാരുടെ നേതൃത്വത്തിൽ എടുത്തത്. 32,84,000 രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെന്റിലേക്ക് PWD വകുപ്പ് വഴി സമർപ്പിക്കുകയും PWD വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അത് നമ്മൾ സാങ്ഷൻ മേടിക്കുകയും ചെയ്തു. ആ തുക വിനിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയം ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ PWD മുൻകൈയെടുത്ത് ഇവിടെ ചകണിപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി അടിത്തട്ട് ബലപ്പെടുത്തി സുരക്ഷിതമായ നില യാത്ര ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ചേർപ്പുങ്കലിലെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഇതോടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. MLA-മാരായ മോൻസി ജോസഫ്, മാണി സി കാപ്പൻ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ മേഴ്സി ജോൺ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയക്കൽ, മുത്തോലി പഞ്ചായത്ത് അംഗം ആര്യ സബിൻ, VK സുരേന്ദ്രൻ, സാബു ഒഴുങ്ങാലിൽ, ജോസ് കിളറാത്ത്, ബാബു പേരുകുന്നേൽ, PT ജോസ് പാരിപ്പള്ളിൽ, കുഞ്ഞിമോൻ ഒഴുകിയിൽ, സതീഷ് ശ്രീനിലയം, സുനിൽ ഇല്ലിമൂട്ടിൽ, സുനിൽ പള്ളിപ്പറമ്പിൽ, മാത്യു നെടുവേലി, ജോയ് വടക്കേത്തൊട്ടിയിൽ, ആന്റണി ചെരുവിൽ, ഷിവിൻ പൈലി തുടങ്ങിയവർ പങ്കെടുത്തു.